വെച്ചാൽ അവരുകൂടെ ഈ പറയുന്ന ഈ മലയോര കർഷകരെ കുടിയിറക്കണമെന്ന താല്പര്യത്തിന്റെ പിന്നിൽ അവർക്ക് വേറെ നിഗൂഢമായ താല്പര്യമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഇപ്പോൾ തോമസ് കുട്ടി പറഞ്ഞതുപോലെ ഇവിടെ ഒരു നിയമപരിഷ്കരണത്തിന്റെ ആവശ്യമില്ല. നിയമപരിഷ്കരണത്തിന്റെ ആവശ്യം ഇല്ലാതെ തന്നെ ഇപ്പം നിലവിലുള്ള നിയമം ഇതിനെ അനിമൽസിനെയും ജനങ്ങളെയും വേർതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ വാളുകൾ കെട്ടാനും വേലി സ്ഥാപിക്കാനും ട്രഞ്ച് കെട്ടാനും ഇവിടെ നിയമം അനുശാസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല 3000 കോടി രൂപ എന്റെ കയ്യിൽ തന്ന ഈ പ്രശ്നം നമ്മൾ തീർത്തു കൊടുക്കുക. നാടിനെയും കാടിനെയും വേർതിരിക്കാൻ പറ്റും. 1 കിലോമീറ്ററിന് 3 കോടി രൂപ ചെലവാക്കി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫെൻസിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മൃഗവും ഇപ്പുറത്തേക്ക് വരില്ല, ഒരു ഈച്ച വരില്ല. എന്തുകൊണ്ടാണ് ഇവർ നിയമസഭയിലും പാർലമെന്റിലൊക്കെ ഈ വിഷയം ഉന്നയിക്കാൻ മടിക്കുന്നത്? അല്ല, മടിക്കുന്നതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്നില്ല പരിശോധിക്കണം. ഞാനത് പറയുമ്പം വലിയ എന്താ പറയാ, അത് ഇവിടുത്തെ വലിയൊരു മറ്റു രീതിയിലേക്ക് പോകണ്ട, അത് പറയേണ്ട ഘട്ടം വരുമ്പോൾ പറയും. വിഷയം ഉയർത്തി എംഎൽഎ സ്ഥാനം രാജിവെച്ച ഒരാളെന്ന നിലയിൽ ഇതിന്റെ പിന്നിൽ ഒരു വലിയ ലോബി, ഈ പശ്ചിമഘട്ടത്തിന്റെ വനവിസ്തൃതി വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇന്റർനാഷണൽ ലോബി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ലോബിയുടെ ആവശ്യം എന്താ? ഏറ്റവും കൂടുതൽ മഴക്കാടുകളുള്ള പ്രദേശമാണ് ഏഷ്യയിലെ തന്നെ ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ വനവിസ്തൃതി വർദ്ധിക്കണം. വനവിസ്തൃതി വർദ്ധിക്കുമ്പോൾ ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടും. ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടുമ്പം ഈ പറയുന്ന കാർബണിനെ താഴേക്ക് കൊണ്ടുവരാൻ കഴിയും, ചൂട് നിയന്ത്രിക്കാൻ കഴിയും. അത് ലോകത്തിന്റെ ആവശ്യമാണ്. അതിന് ഈ ജനങ്ങൾ ഇറങ്ങിപ്പോകണം. അവിടെ ഓക്സിജൻ പ്രൊഡക്ഷനുള്ള ചെടികളും മരങ്ങളും വെച്ച് നട്ടുപിടിപ്പിക്കണം. അതിന് ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ കാർബൺ ഫണ്ട് എന്ന് പറയുന്നത്. ആ കാർബൺ ഫണ്ട് ഇവിടെ കർഷകർക്ക് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് പൂർണ്ണമായിട്ടും അടിച്ചു മാറ്റുകയാണ്. അതിന്റെ പെർസെന്റേജ് ഈ പറയുന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അവിടെയാണ് വിഷയം. 3000 കോടി കൊണ്ട് കേരളത്തിലെ ജനങ്ങളെയും കാടിനെയും വേർതിരിക്കാൻ കഴിയും. ഇപ്പൊ ഒന്നും വേണ്ട, തൃശൂർ ടൗണിൽ, തിരുവനന്തപുരം സിറ്റിയിൽ ഈ പറയുന്ന എല്ലാ മൃഗങ്ങളും ഇല്ലേ? അവിടെ പുലിയുണ്ട്, ചീറ്റുണ്ട്, കടുവയുണ്ട്, ആനയുണ്ട്, കാട്ടിപ്പോത്തുണ്ട്, എല്ലാം ഉണ്ടല്ലോ ഈ 2 സൂലും ഇല്ലേ? എന്താ പുറത്തേക്ക് വരാത്തത്? അവിടെ ശക്തമായ വേലിയുണ്ട്. ആ വേലിക്കകത്താണ്. അതുപോലെയുള്ള വേലി നിർമ്മാണം നടത്തിയാൽ ഈ മൃഗങ്ങൾ അപ്പുറത്താവും, മനുഷ്യരിപ്പുറത്തുമാവും. ലോകത്ത് മൃഗങ്ങളിലെ എല്ലാ രാജ്യത്തും ഇതാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ത്യയിലും പശ്ചിമഘട്ടത്തിലും ചെയ്യൂല. ഏതു രീതിയിലുള്ള സമരമാണ് തൃണമൂൽ കോൺഗ്രസ്? തൃണമൂൽ ആദ്യം നമ്മൾ ബോധവൽക്കരണമാണ്. അതിനാണ് നമ്മൾ ഈ മലയോര ജാഥ